ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ദേ ഒരു കല്യാണം കൂടാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. വേറെ ആരുടെ അല്ല, എൻ്റെ ഒരു കോളേജ് മീറ്റിൻ്റെയാണ്. നിങ്ങൾ അവിടെ നിന്നാണോ വന്ന് കറങ്ങി വന്ന? ഓ അങ്ങനെ. ഹെൽമെറ്റ് കൊടി ചേച്ചി. ആദർശ എവിടെ? ആദർശ എവിടെ? ആ എന്താ പറയൂ ചേച്ചി? ദേ ഇവരുടെ ഫോട്ടോ നോക്ക്, രസമുണ്ടല്ലേ? നമ്മള് രണ്ടും വൈറ്റ്. അങ്ങനെ ഇത് നമ്മുടെ ബ്രൈഡും എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പൊ വരാടാ. ഞാൻ ബസ്സിന് വന്നു, ഇവളെ മിഥുന്റെ കൂടെ വന്ന്. ക്ഷീണിച്ചു. കൊള്ളാം. രാജി അറിയോ? ഞങ്ങളുടെ ആദർശ് കണ്ണാപ്പി. ആ ഹെൽമെറ്റ് ഒന്നും ഉണ്ടോ കൊട്രാ? നിന്റെ കാണണ്ടതാ, നീ ഇത് വെച്ചോണ്ട് നടക്കുവാ. എന്നോട് ഇത്ര താമസിച്ച ഫ്രണ്ട്സ്, അങ്ങനെ ദേ നമ്മുടെ ബ്രൈഡിനെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അവരുടെ പേരൻസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം പേരൻസിൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് ഉള്ളതും അതുപോലെ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ളൊരു മൂമെൻ്റാണല്ലേ അവരുടെ മക്കളുടെ കല്യാണം എന്ന് പറയുന്നത്. ഗെയ്സ്, അപ്പോൾ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഹിസാന ആൻഡ് ഫഹിമ ആണ് കേട്ടോ, നമ്മുടെ ബ്രൈഡിൻ്റെ കോളേജ് ടൈമിലെ ഇടവും വലുതാണ് രണ്ടു പേരും. എന്തൊക്കെ വിശേഷം? എക്സ്ക്യൂസ് മീ ചേച്ചി, അഞ്ചു ചേച്ചി കൊള്ളാലോ. ആ കൊള്ളാം. പഞ്ചമി ചേച്ചി എന്തിനാ വന്നേ? എന്തത് മിൻ്റെ തന്നെ ഉണ്ട് കാണിച്ച. ഓ ഇവനൊക്കെ ഇരുണ്ടിരിക്കുന്നത് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റേത് എടാ ഗൈസ്, അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ഒക്കെ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ ചെക്കനും പാർട്ടിയൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. സോ ഇനിയിപ്പോൾ ഇവരുടെ സ്വീകരണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ചെക്കനെ കണ്ടിട്ട് വേണം നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനായിട്ട്. അത് ഇത് കഴിഞ്ഞ് ഞാൻ പറയാം കേട്ടോ. ഗേസ്, അപ്പം ഇതാണ് ഞങ്ങൾ അത്യാവശ്യം പോകണമെന്ന് പറഞ്ഞ സ്ഥലം. ഗേസ്, ഞങ്ങൾ ഇതുവരെ അവർക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ചില്ല കേട്ടോ. കല്യാണത്തിനെത്തി കല്യാണ ചെക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിന് കയറിയതിന് ശേഷമാണ് ഗിഫ്റ്റ് വാങ്ങണമെന്നുള്ള ബോധം വരെ നമ്മുടെ തലയ്ക്ക് വന്നത്. ഭാഗ്യത്തിന് നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് ലെൻസ് മാൾ ഉണ്ട്. സോ നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കി അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. സോ ഇത് നമ്മൾ ട്രെൻഡ്സിലോട്ട് പോവുകയാണ്.
ഗൈസ് ഞങ്ങളിപ്പോൾ ട്രെൻഡ്സിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിത് ഡ്രസ്സ് നോക്കാനായിട്ട് നടക്കുകയാണ്. കുറേ അധികം നല്ല നല്ല കളക്ഷൻസ് കണ്ടിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 500 രൂപ ഓഫറും അതുപോലെ 3 എണ്ണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1000 റുപ്പീസ് ഓഫറുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. സോ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് തോന്നി നമുക്ക് എത്നിക് വെയർ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ സൈഡിലായിട്ട് കുറേ എത്നിക് വെയർസ് കിടപ്പുണ്ട്. സെറ്റായിട്ടും ഉണ്ട്, അതുപോലെ ടോപ്പ് മാത്രമായിട്ടും കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊരെണ്ണം ചൂസ് ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പം വാങ്ങാനുള്ള നല്ലൊരു കളക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്തേലും ഇടറാ, വേഗം പോവാം. അമ്മു വാടാ. ഫൈനലി ഞങ്ങൾ ഇതാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇത് ടോപ്പും പാൻറ്റുമായിട്ടുള്ള സെറ്റാണ്. സോ എല്ലാവർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളറും ആയിരുന്നു. അങ്ങനെ ഞങ്ങളത് ചൂസ് ചെയ്ത് ഇനിയിപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അഞ്ചു പോവുകയാണ്. അവൻ്റെ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. ഞങ്ങളങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി ഗൈസ്. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ നല്ല ലേറ്റായെന്നാണ്, പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ. ബ്രൈഡിനെ കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേജിലോട്ട് ബ്രൈഡ് കയറിയ ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമ്മുടെ ഉത്തരവാദിത്തം കൂടുതൽ മൂലം ഗിഫ്റ്റ് വാങ്ങാൻ ആ സമയം പോകേണ്ടതും കൂടെ കൊണ്ട് അത്രയും താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തൊക്കെയോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കിക്കാണ്ട് വിളിച്ചുകൊണ്ട് വരാമായിരുന്നു കേട്ടോ. എന്തായാലും ആ ടൈമിൽ നമുക്കെല്ലാം കാണാനൊക്കെ പറ്റി. പിന്നീട് ഫുൾ ചില്ലിങ് പരിപാടിയായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം കോളേജിൽ എല്ലാവരെയും കണ്ടത്. കഴിഞ്ഞ നമ്മൾ പാറുവിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ കുറച്ച് പേരെ മാത്രമേ അത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത്ര എടുപ്പമുള്ള എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. നമുക്കൊരു ടൈം പെട്ടെന്ന് പോകുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് ഐസ്ക്രീം തിന്നു ഗൈസ്. കാരണം ഇവിടെ പുറകിരിക്കുന്ന നമ്മുടെ പയ്യന്മാർക്ക് ക്ഷമ ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം കൊണ്ട് തന്നു കേട്ടോ. അതിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഞങ്ങളും കഴിച്ചു. നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇത്ര അലമ്പ് ഇങ്ങനെ പിത്തം പോലെ എല്ലാത്തിനും കാണിച്ചു തരാം. ആ കണ്ണീന്ന് തന്നെ കണ്ണീരോട് തുടച്ചിട്ട് അങ്ങനെ നമ്മുടെ കൂട്ടുകക്ഷികളെല്ലാവരും എത്തിയിട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന്. Bye. Bye bye. Bye bye. Hello guys, we are going guys. കുഴിഞ്ഞു പോണടാ. ചേച്ചിയുടെ വണ്ടിയല്ലേ? എടാ സ്മോൾ ഒന്നുമില്ല പോക്കോ. ഓ ആയിക്കോട്ടെ. ബൈ ബൈ.
എല്ലാം കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വീട്ടിൽ പോകാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അമ്മുവിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അമ്മുവിൻ്റെ അമ്മ അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മു പെട്ടെന്ന് പോയി. അതുപോലെ തന്നെ ഞങ്ങളും വേഗം ഇറങ്ങിയിട്ടു. എനിക്കും നല്ല തലവേദനയായിരുന്നു. അറ്റ് ലാസ്റ്റ് എനിക്ക് ബസ് കിട്ടി. അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് വെക്കേഷൻ കോളേജിലെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ടു. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഓൾ.